ഇതാണ് ഞാൻ ബിൽഡ് ചെയ്തെടുത്ത സൈക്കിൾ. സ്റ്റൺസ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രെയിം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗൂസിൻ്റെ ഒരു ഫയർ ബോൾ എന്ന് പറയുന്ന ഒരു എഡിഷനാണ്. ടാപ്പേഡ് മോഡലാണ്. പിന്നെ ഹൊറിസോണ്ടൽ ഡ്രോപ്പ് ഔട്ടാണ്. ഇന്ത്യക്കകത്ത് ഇതിപ്പം ഒന്നേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. മംഗൂസിൻ്റെ വേറെ മോഡൽസ് ഇന്ത്യക്കകത്തുണ്ടെങ്കിലും ഇത് ലേറ്റസ്റ്റ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ഈ ടാപ്പേഡ് മോഡലാണ്. ടാപ്പേഡ് ഫോർക്കും കാര്യങ്ങളൊക്കെ സ്യൂട്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്ക് ഹോറിസോണ്ടൽ ഡ്രോപ്പ് ഔട്ടാണ്. ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ബാക്ക്. അതിൽ തന്നെ ഫ്രെയിമിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരിക്കലും റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും ഉടനെ തന്നെ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാനിപ്പോൾ യൂസ്ഡ് ഫ്രെയിമാണ് എടുത്തത്. വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അറൗണ്ട് 35,000 അതിനകത്ത് റേഞ്ച് വന്നിട്ടുണ്ട്. ഷിപ്പിംഗ് ചാർജും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട്. ബട്ട് കൊള്ളാം, സാധനം നൈസാണ്. സ്റ്റൺസിനൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കംഫോർട്ടാണ്. ബ്രേക്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിമാനോയുടെയാണ്. ഷിമാനോ SLX എന്ന് പറയുന്ന ഒരു മോഡലാണ്. റെയറിനാണ് യൂസ് ചെയ്യുന്ന ബാക്ക്. SLXൻ്റെ ലിവറും കാലിബറും SLX ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷിമാനോയുടെ തന്നെ HT എന്ന് പറയുന്ന ഒരു മോഡലാണ്. HTയുടെ ലിവറും പിന്നെ SLXൻ്റെ കാലിബറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോർക്ക് SR സെൻറ്റോറിൻ്റെ റൈഡോ എന്ന് പറയുന്നൊരു മോഡലാണ്. എയർ ഫോർക്കാണ്. അറൗണ്ട് 18K സംതിങ് ഉണ്ട്. പുതിയ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ SLXൻ്റെ ബ്രേക്ക് വന്നിട്ട് അറൗണ്ട് ബാക്കിന് 12,000 അടുപ്പിച്ച് വരുന്നുണ്ട്. 11,000 12,000 അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ HTയും അറൗണ്ട് 12,000 ആ റേഞ്ച് വരും ബ്രേക്കിന്. പിന്നെ ഷിഫ്റ്റർ വന്നിട്ട് വോർട്ടെക്സിൻ്റെയാണ്. വോർട്ടെക്സിൻ്റെ 9 സ്പീഡ് ഷിഫ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെറൈലർ ഷിമാനോ അസേറ എന്ന് പറയുന്ന ഒരു മോഡലാണ്. പിന്നെ കെസറ്റ് ഷിമാനോയുടെ തന്നെ 9 സ്പീഡ് കെസറ്റും. പിന്നെ ക്രാങ്ക്സ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോളോടെക്കിൻ്റെ IHF എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. പുറത്തുനിന്ന് എടുത്തിരുന്നതാണ് ഇതൊക്കെ. അറൗണ്ട് 7K 8K അതിനകത്ത് വരും ഏത് ക്രാങ്ക് സെറ്റിൻ്റെ റേറ്റ് വന്നിട്ട്. ഡെറൈലർ വന്നിട്ട് അറൗണ്ട് 2,000 അതിനകത്ത് വരും. പിന്നെ സീറ്റൊക്കെ കസ്റ്റം മെയ്ഡ് സ്റ്റൺസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതാണ് ഈ മേളിലത്തെ ഈ ഗ്രിപ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടഡാണ്. എൻലി എന്നാണ് ബ്രാൻഡിൻ്റെ പേര് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഹെഡ്സെറ്റ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിൻറ്റിൻ്റെ ഒരു മോഡൽ ഹെഡ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. ചെയിന് KMCയുടെ ചെയിനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ചെയിനാണ്. പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രിപ്പ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിഡയുടെ ഗ്രിപ്സാണ്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഗ്രിപ്സാണ്. അറൗണ്ട് 800-750 ആ റേഞ്ച് വരും. യൂസ് ചെയ്യുന്ന സ്റ്റെമ്മ് ഒരു ഹൈപ്പർ ഷിഫ്റ്റ് കളർ മോഡലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ചിരുന്നു. അറൗണ്ട് 2,000 ആ റേഞ്ച് വരും. കൊള്ളാം സാധനം. റോട്ടർ നമ്മുടെ സ്രാമിൻ്റെ ഒരു ബ്രാൻഡാണ്. സ്രാമിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നൊരു മോഡലാണ്. നല്ല റോട്ടറാണ്. നല്ല ബ്രേക്സും കാര്യങ്ങളൊക്കെ നല്ല ബൈറ്റുണ്ട്. ഇപ്പം ബാക്ക് ബ്രേക്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിഡ് എന്ന് പറയുന്ന റോട്ടറാണ്. അവിഡിൻ്റെ ബിൽട്ടോർക്ക് എന്ന് പറയും മോഡൽ നെയിം. 180 ആണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് സ്റ്റൺസിനൊക്കെ 180 ആണ് ബെസ്റ്റ്. നമുക്ക് അത്യാവശ്യം ബ്രേക്കിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല ബൈറ്റാണ്. മെയിൻ സാധനം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ മാക്സിസിൻ്റെ ഹൂക്കോം എന്ന് പറയുന്ന മോഡലാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പെയർ ഇപ്പോൾ വന്നിട്ട് 10,000 11,000 ഒക്കെ റേഞ്ച് വരും. ഒരു പീസിനാണെങ്കിൽ അറൗണ്ട് 5,000 6,000 ഒക്കെ റേറ്റ് വരുന്ന ടയറാണത്. ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് പെക്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റൺസിന് ട്രിക്സിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ട്രിക്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്കിൾ ക്രാഷ് ആയാലും നമ്മുടെ ഡിറൈലറൊന്നും ബ്രേക്ക് ആവത്തില്ല. കുറച്ചുകൂടെ പ്രൊട്ടക്ഷന് കിട്ടും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പെക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻലി നമ്മൾ ട്രിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഈ പെക്സ് യൂസ് ചെയ്യുന്നത്. ഈ കോംബോ ചെയ്യാനും
ടെക് വീലിയൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന പാർട്സ് എല്ലാം എൻ്റെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ക്വിക്ക് വീൽസ് എന്നാണ് എൻ്റെ ഷോപ്പിൻ്റെ പേര്. ഇൻസ്റ്റയിൽ നോക്കുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ കിട്ടും. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, ക്വിക്ക് വീൽസ് എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. എല്ലാ പാർട്സും നമ്മളതിൽ അവൈലബിൾ ആണ്. റേറ്റും ഓഫർ പ്രൈസും നമ്മൾ തരുന്നതാണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് പാർട്സും സ്റ്റൺസോ സൈക്കിളിൻ്റെ എന്ത് റിലേറ്റഡ് പാർട്സ് ആയിരുന്നാലും നമുക്ക് മെസ്സേജ് ചാനൽ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, ഇനി ഇതുപോലെ ബിൽഡ് സൈക്കിൾസ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. ഇനിയും ഒരുപാട് സൈക്കിൾസ് ഉണ്ട്, നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. Oh, you think darkness is your ally?